ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ടാണ് നമ്മുടെ ഫോണിലെ വിലപ്പെട്ട വിവരങ്ങൾ ഹാക്കർമാർ കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഡേറ്റകൾ എങ്ങനെയാണ് ഈ ഹാക്കർമാർ കൊണ്ടുപോകുന്നതെന്നും നമുക്കിത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതുമാണ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് ജിബിൻ. ഈ സ്പൈ ആപ്പ് എങ്ങനെയാണ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്യുന്നത് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല, കാരണം ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഫോൺ എങ്ങനെ സ്പൈ ചെയ്യാം എന്നുള്ളതിനല്ല. ഈ ആപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ തന്നെ ഫോണാണ്. നമ്മുടെ ഫോൺ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ നമ്മുടെ ഫോൺ സ്പൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം. നമ്മുടെ ഫോണിൽ ഈ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർ ഒരുപക്ഷെ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഈ ആപ്പിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴൊക്കെ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നോ ആ സമയത്തെല്ലാം ഈ ആപ്പ് നമ്മുടെ ഫോണിലുള്ള ഡേറ്റ എല്ലാം അവരുടെ വെബ്സൈറ്റിലേക്ക് സിങ്ക് ചെയ്യും. ഈ വൈഫൈ എന്ന് കാണിക്കുന്നത് ഇത് ആപ്പിൻ്റെ നെയിമാണ്, സ്പൈ ആപ്പാണിത്. ഈ വൈഫൈ എന്നത് സ്പൈ ആപ്പിൻ്റെ പേരായതുകൊണ്ട് തന്നെ നമ്മളാരും സംശയിക്കത്തില്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫോൺ ഒരു 5 മിനിറ്റ് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അവർക്ക് ഈ ഓപ്ഷൻസ് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫോണിൽ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോൺ വല്ല കംപ്ലൈൻറ്റോ ആകുമ്പോൾ അത് കടയിൽ കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ ആ കടയിലുള്ളവർ ഒരു പക്ഷേ ഇതുപോലുള്ള സ്പൈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. എന്നിട്ട് അവർ ഈ കാണിക്കുന്ന പോലെയുള്ള പെർമിഷൻ എല്ലാം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോൺ എപ്പോഴൊക്കെ വൈഫൈയുമായി കണക്റ്റ് ആകുന്നോ ആ സമയത്ത് അവർക്ക് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ സാധിക്കും, വീഡിയോസ് ആക്സസ് ചെയ്യാൻ സാധിക്കും, മെസ്സേജസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഫോണിലെ റിയർ ക്യാമറയും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വിധമുള്ള പെർമിഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിനും ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഫോണിൽ എന്തൊക്കെയുണ്ട് എന്ന് ആക്സസ് ചെയ്യുന്നത്. ഇത് കണക്റ്റ് ചെയ്യുന്നതിൻ്റെ തെളിവാണ്. അതിന് എൻ്റെ ഫോണിൻ്റെ ബാറ്ററിയും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഫോണിലെ കോൺടാക്ട്സ് എടുത്ത് നോക്കാം. എൻ്റെ ഫോണിലെ കോൺടാക്ട്സ് എല്ലാം ഇവിടെ സിങ്ക് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫോണിലെ മെസ്സേജസ് ലഭിക്കും, ഫോണിലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ. നമ്മുടെ ഫോണിൻ്റെ റിയർ ക്യാമറ ഇതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിനായി ഈ റിയർ ക്യാമറ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാമറ ലോഡ് ആവുന്നുണ്ട്. കണ്ടോ, ഇത് എൻ്റെ ഫോണിൽ ലൈവായിട്ടുള്ള ക്യാമറയാണ് ഇവിടെ കാണുന്നത്. എൻ്റെ ഫോണിൽ ഇപ്പോൾ കാണിക്കുന്ന അതേ സീൻസാണ് ഇവിടെ കാണുന്നത്. ഇത്രയ്ക്ക് അപകടകാരിയായ ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.